വാഞ്ചോ കേക്കുകളുടെ ഡിസൈനിങ് ഡീറ്റെയിൽസ് ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇത് വാഞ്ചോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേ ദിവസം തന്നെ കേക്കിൻ്റെ കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഒഴിച്ച് ഡിസൈൻ അടക്കം ചെയ്തിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം പിറ്റേന്ന് എഴുന്നേറ്റിട്ട് ചോക്ലേറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചോക്ലേറ്റ് സെറ്റാവില്ല. ചോക്ലേറ്റ് സെറ്റ് ആവാതെ അതിൻ്റെ മുകളിൽ എഴുതി കഴിഞ്ഞാൽ മൊത്തം പരന്ന് പണി കിട്ടും. അപ്പോൾ പിന്നെ തലേന്ന് രാത്രി തന്നെ ചോക്ലേറ്റ് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് മോർണിംഗ് ഫൈനൽ വർക്കായിട്ടുള്ള ബോർഡർ കൊടുക്കലും എഴുതലും മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. 3 കേക്ക് ഉള്ളതുകൊണ്ട് ആ 3 ചെയ്യാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. കാരണം മോർണിംഗ് 11:30 മുൻപായിട്ട് കേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12 മണിയോട് കൂടിയിട്ടായിരുന്നു അവർ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. മുൻപൊക്കെ കേക്ക് ഉണ്ടാക്കുന്നത് മാത്രമായിരുന്നു ടെൻഷൻ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ സെറ്റായി എന്നുള്ള ഒരു മനസ്ഥിതിയായിരുന്നു. പക്ഷേ ഇപ്പം അത് ഉണ്ടാക്കി അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനാണ്. കാരണം ഒന്നും പറ്റാതെ അവിടെ എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.